പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരെ ഗുരുതര ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ്. CV ആനന്ദബോസ് സ്ത്രീയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. ഗവർണർക്കെതിരെ സ്ത്രീ പരാതി നൽകിയെന്നും തൃണമൂൽ കോൺഗ്രസ്. ആരോപണം ഗവർണർ നിഷേധിച്ചു. बंगाल के राज्यपाल CV आनंद बोस पर एक गंभीर आरोप लगाया गया है। एक महिला ने कहा है कि आज ही जब वो राजभवन गई तो राज्यपाल CV आनंद बोस ने उनके साथ यौन उत्पीड़न किया, छेड़छाड़ किया, उनको सेक्सुअली हरास किया और मोलेस्ट किया और गलत व्यवहार किया। महिला अब पुलिस स्टेशन पहुंच चुकी है जहां वो अपनी शिकायत दर्ज कर रही है। രാജ്ഭവനിൽ പ്രവേശിക്കുന്നതിന് ഗവർണർ പോലീസിന് വിലക്കേർപ്പെടുത്തി. മന്ത്രി ചന്ദ്രിമ ഭട്ടാചാര്യ കൊൽക്കത്ത, ഡാർജിലിംഗ് എന്നിവിടങ്ങളിൽ രാജ്ഭവൻ വളപ്പുകളിൽ പ്രവേശിക്കുന്നതും ഗവർണർ നിരോധിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഇതൊരു വലിയ ആരോപണമാണ്. ഗവർണർക്കെതിരെ കൂടിയാകുമ്പോൾ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതല്ലേ? എന്താണ് സംഭവിച്ചത് എന്നാണ് ഇവരുടെ ആരോപണം? ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരെയാണ് തൃണമൂൽ കോൺഗ്രസ് MP സാഗരിക ഘോഷ് ഒരു വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് രാജ്ഭവനിലെത്തിയ ഒരു സ്ത്രീയോട് ഗവർണർ ആനന്ദബോസ് മോശമായി പെരുമാറിയെന്നും ഈ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നുമാണ് സാഗരിക ഘോഷ് എക്സ്പോസ്റ്റിലൂടെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഇതിൽ ആ സ്ത്രീ പോലീസിന് മുൻപിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും TMC പറയുന്നുണ്ട്. എന്നാൽ ഈ ആരോപണം പൂർണ്ണമായും ഗവർണർ നിഷേധിക്കുകയാണ് ഉണ്ടായത്. സത്യം ജയിക്കുമെന്നായിരുന്നു CV ആനന്ദബോസിന്റെ പ്രതികരണം. തന്നെ അപകീർത്തിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നേട്ടം ആഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും അഴിമതിക്കാർക്കെതിരെ ബംഗാളിലെ പോരാട്ടം തുടരുമെന്നും CV ആനന്ദബോസ് പ്രതികരിച്ചു. ഇതിന് പിന്നാലെ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും പല നടപടികൾ ഉണ്ടായി. അതായത് പോലീസിനെ ഗവർണർ പൂർണ്ണമായി വിലക്കി. ഈ രാജ്ഭവൻ പരിസരത്ത് പോലീസിന്റെ പ്രവേശനം അത് നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ മന്ത്രി ചന്ദ്രിമ ഭട്ടാചാര്യ കൊൽക്കത്ത, ഡാർജിലിംഗ്, ബരക്പൂർ എന്നിവിടങ്ങളിലെ രാജ്ഭവൻ വളപ്പുകളിൽ പ്രവേശിക്കുന്നതും ഗവർണർ നിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെ വിവരങ്ങൾ നൽകിയത്.